കൊടും ചൂടിനെ തുടർന്ന് കൊയിലാണ്ടി സ്വദേശിയായ പോലീസുകാരൻ ദില്ലിയിൽ മരിച്ചു. ദില്ലി പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ബിനേഷാണ് മരിച്ചത്. കനത്ത ചൂടിൽ പരിശീലനത്തിനിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ക്ഷമേ, ഈ ദില്ലിയിലടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കൊടും ചൂടാണ്. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ദില്ലി പോലീസിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു മലയാളി ഈ കൊടും ചൂടിൽ മരിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം 2 ദിവസമായി ഈ പരിശീലനത്തിലായിരുന്നു. ഈ പരിശീലനത്തിനിടെ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകുകയും പിന്നീട് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 50-കാരനായ വടകര സ്വദേശി ബിനീഷാണ് യുദ്ധത്തിൽ മരിച്ചത്. അദ്ദേഹം ഈ ദില്ലി പോലീസിൽ സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു. എന്തായാലും കനത്ത ചൂട് തന്നെയാണ് ഉത്തരേന്ത്യയിൽ ആകമാനമുള്ളത്. പ്രത്യേകിച്ച് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് യു പിയിലും അതോടൊപ്പം തന്നെ ദില്ലിയിലും ഹരിയാനയിലും രാജസ്ഥാനിലും എല്ലാം തന്നെയും ചൂട്. രാജസ്ഥാനിൽ ഇതുവരെ 15 പേർ മരിച്ചായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഒരു സൈനികൻ ഉൾപ്പെടെയാണ് 15 പേർ മരിച്ചത്. രാജസ്ഥാനിലെ ചുരുവിലാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത്. 50.5 ഡിഗ്രി സെൽഷ്യസാണ് അവിടെ താപനില രേഖപ്പെടുത്തിയത്. അതുകൂടാതെ രാജസ്ഥാനിലെ ഗംഗാനഗറിൽ 49.4 ഡിഗ്രി സെൽഷ്യസും പിലാനി, ഫിലോഡി, ഝാൻസി എന്നിവിടങ്ങളിൽ 49 ഡിഗ്രിയും ഇത്തരത്തിൽ താപനില രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന് ഹരിയാനയിലെ സിർസയിലും 49% മുകളിലാണ് താപനില. അതുകൂടാതെ ദില്ലിയിലും ഇപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുങ്കേഷ്പൂരിലും നരേലയിലും 49.9 ഡിഗ്രിയും നജഫ്ഗഡിൽ 49.8 ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്നിപ്പോൾ രാവിലെ താപനില രേഖപ്പെടുത്തുന്നത്. അതുകൂടാതെ ചണ്ഡീഗഡിലും മധ്യപ്രദേശിലെല്ലാം നിലയും വിവിധ ഇടങ്ങളിൽ, ഹിമാചൽ എല്ലാം നിലയും വിവിധ ഇടങ്ങളിൽ ഉഷ്ണ തരംഗമാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു മാസം അവസാനം വരെ ഈ ഒരു അതീവ ചൂട്, കൊടും ചൂട് തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു മലയാളി പോലീസുകാരൻ പരിശീലനത്തിനിടെ ഇത്തരത്തിൽ കൊടുംചൂടിൽ കുഴഞ്ഞു വീഴുകയും പിന്നീട് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഷമ്മി, ഉത്തരേന്ത്യയിൽ കൊടും ചൂട്. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.